ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാസർഗോഡ് നിന്ന് കാണാതായിട്ടുള്ള 15 വയസ്സുകാരിയുടെയും തൊട്ടയൽവാസിയായിട്ടുള്ള 42 വയസ്സുകാരൻ്റെയും ശവശരീരങ്ങൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് പോലീസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് കൊടുത്ത മറുപടിയാണ്. കോടതി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്രയധികം ദിവസം ഇതിന് അന്വേഷണത്തിൽ ഈ ഒരു കാലതാമസം നേരിട്ടത്, എന്തുകൊണ്ടാണ് ഡോഗ്സിനെ വെച്ചുള്ള അന്വേഷണങ്ങളും മറ്റും ഇത്രയും താമസിച്ച് മാത്രം 19 ദിവസങ്ങളോടനുബന്ധിച്ച് മാത്രം നടന്നത് എന്ന് ചോദിച്ച സമയത്ത് അതീവ ലാഘവ ബുദ്ധിയുടെ പോലീസ് പറയുകയാണ്, അതൊരു ഒളിച്ചോട്ടമാണെന്നാണ് ഞങ്ങൾക്കറിയത്. അതെന്താണ് ഒളിച്ചോട്ടം? ഒളിച്ചോടി പോകുന്ന ആൾക്കാരെ ഒന്നും പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷിക്കില്ലേ? ഇതേ രീതിക്കാണോ അപ്പം കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് ഒളിച്ചോടി പോയ പെൺകുട്ടിയുടെ വയസ്സ് എന്താ പോലീസ് ശ്രദ്ധിക്കാഞ്ഞത്? 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോടൊപ്പം പോയി കഴിഞ്ഞാലും അതൊരു പോക്സോ കേസാണെന്ന് എന്തുകൊണ്ട് മനസ്സിലായില്ല? അവർ ഈ പറയുന്ന ആൾക്ക് കാശിയിൽ പോയി ധ്യാനമിരിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ഒളിച്ചോട്ടം നടക്കുന്നതെന്ന് പോലീസിന് കൃത്യമായിട്ടുണ്ടാവും, ബോധം ഉണ്ടായിരിക്കുമല്ലോ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പം 15 വയസ്സുള്ള ഒരു പെൺകുട്ടി 42 ഇനി 18 വയസ്സുകാരനോട് പോയാലും 15 വയസ്സുകാരനോട് ഒളിച്ചോടി പോയി കഴിഞ്ഞാലും അതൊരു പോക്സോ കേസ് തന്നെയാണ്. ആ പോക്സോ കേസ് കൈകാര്യം ചെയ്യേണ്ടത് ഇത്രയും ലാഘവ ബുദ്ധിയോടെയാണെന്ന് ഒരു പോലീസ് തന്നെ വെളിപ്പെടുത്തുന്ന സമയത്താണ് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവാത്തത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ താനൂർ മലപ്പുറത്ത് നിന്ന് 2 പെൺകുട്ടികളെ കാണാതായി. ആ സമയത്ത് വീട്ടുകാരടക്കം പറഞ്ഞത് അവർക്ക് 17 വയസ്സ്, അതായത് പ്രായപൂർത്തി ആകാത്ത പെൺകുട്ടികളാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശേഷം കണ്ടെത്തിയതിന് ശേഷമാണ് പെൺകുട്ടികൾ പറയുന്നത്, ഇല്ല അത് തെറ്റായിട്ട് പറയുന്നതാണ്, ഞങ്ങൾക്ക് 18 വയസ്സ് തന്നെ ഉണ്ടായിരുന്നെന്ന്. എന്തോ ആവട്ടെ, 17 വയസ്സാവട്ടെ 18 വയസ്സാകട്ടെ, ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികൾ നാട് വിട്ടു പോവുകയോ വീട് വിട്ടു പോവുകയോ ചെയ്യുന്ന കേസുകൾ വീട്ടുകാർ ഈ പറയുന്ന നമ്മുടെ പോലീസിനോട് ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിലാണോ അതിനെ സമീപിക്കേണ്ടതെന്ന് പറഞ്ഞത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന താനൂർ കേസിൽ ഭയങ്കര അതീവമായിട്ടുള്ള ഒരു ജാഗ്രത പോലീസ് കൊടുത്തിട്ടുള്ളത്? അപ്പം അതിൻ്റെ ഉത്തരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസ് അത്ര രീതിയിൽ അതിന് ഇടപെട്ടു എന്നൊരു സംഭവം ശരിയാണ്. പോലീസുകാർ നല്ല രീതിക്ക് കൈകാര്യങ്ങൾ, ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, ഒരു കേസ് വരുന്ന സമയത്ത് അത്രയും വേഗത്തിൽ അതിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ അതിനുള്ള കാരണം എന്ന് പറയുന്നത് മുംബൈ പോലൊരു നഗരത്തിലേക്കാണ് ഈ 2 പെൺകുട്ടികൾ എത്തപ്പെട്ടത്. ഇത് വലിയൊരു വിഷയം തന്നെയാണ്. അതിൻ്റെ കാര്യഗൗരവം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് പോലീസിനെക്കാളും ഏറെ അത് മീഡിയ ഷെയർ ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അപ്പോൾ പോലീസിന് അടങ്ങിയിരിക്കുക എന്നുള്ളത് പറ്റുന്നൊരു കാര്യമില്ല. ഈ ഒരു കാസർഗോഡ് ഇഷ്യൂ വരുന്ന സമയത്ത് ഈ ഒരു കേസ് മീഡിയയുടെ കയ്യിലേക്ക് അധികം വന്നിട്ടില്ലെന്നുള്ളത് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അതീവ ശ്രദ്ധയോടുകൂടി അതിനെ കണ്ടിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസും അത് അത്രയും ലാഘവ ബുദ്ധിയോട് മാത്രമാണ് കൈകാര്യം ചെയ്തത്. ആ കൈകാര്യം ചെയ്തതിനെ തുടർന്ന് തന്നെയാണ് ആ 2 മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്തും അതൊരു ആത്മഹത്യയാണെന്ന് പറയുന്നുണ്ട്. ദുർഗന്ധം വമിക്കാത്തതിൻ്റെ കുറേയധികം കാരണങ്ങളായിട്ട് നമുക്ക് കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൊടും ചൂടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിലെ ഈ പറയുന്ന ഈർപ്പം, ബാക്കി കാര്യങ്ങൾ, ജലാംശം മൊത്തവും നശിച്ചു പോകുക എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ രൂക്ഷഗന്ധം അധികം ദൂരത്തേക്ക് വമിക്കാത്തതിന് കാരണം അതാണെന്നുള്ള തരത്തിലേക്കൊക്കെ പോകുന്നുണ്ട് വാർത്തകൾ. സ്വാഭാവികമായിട്ടും എന്തോ ആയിക്കോട്ടെ, ഈ 200 മീറ്റർ മാത്രം വീടിന് പരിധിയിൽ വരുന്ന സ്ഥലത്താണ് 2 പേരുടെയും ശവശരീരങ്ങൾ കണ്ടിട്ടുള്ളത്. ആ 2 പേരുടെയും ശവശരീരങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ശരീരങ്ങൾ കാണുന്നതെന്ന് പറയുന്നത് അത്രയും കാട് മൂടി കിടക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇത് എന്തുവാണെന്നുള്ള കാര്യം. അതിലേക്കൂടെ പോകുന്ന ഏതൊരു വ്യക്തിയും കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ്. അതിലപ്പുറത്തേക്ക് ഇവർ തന്നെ പറയുന്നു, ഞങ്ങൾ ഇവിടേക്ക് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ വീട്ടിൽ നിന്നൊരു പട്ടിയോ പൂച്ചയോ ആട്ടിൻകുട്ടിയോ കാണാതായാൽ പോലും നമ്മൾ ഏകദേശം നമ്മളെ കൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും ദൂരത്തിൽ സ്വന്തം വീട്ടുകാർ പോകും. അപ്പം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകള് വീട്ടിൽ നിന്ന് പോയിട്ടും എത്ര ദൂരം ഇവർ പോയി അന്വേഷിച്ചു എന്നുള്ളത് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഫോൺ ടവറുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് അവരുടെ ശരീരങ്ങൾ എവിടെയാണോ തൂങ്ങി നിന്നത് അവിടെ തന്നെയായിരുന്നു ഇവരുടെ ടവർ കേന്ദ്രീകരിച്ചുള്ള ഈ പറയുന്ന ഫോൺ അന്വേഷണ കാര്യങ്ങളിൽ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. എന്നിട്ട് പോലും അവിടെ പരിശോധന എന്തുകൊണ്ട് നടന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് നേരെ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 19 മറ്റോ ദിവസത്തെ പഴക്കം മാത്രമാണ് അതിനുള്ളതെന്ന് പറയുന്നത്. അപ്പം ഇതിനിടയിൽ അവർ എവിടെ ആയിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു, എന്നാണ് സംഭവിച്ചത്, ഇതൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാകുന്ന തരത്തിലും ഇതിലെ വീട്ടുകാരുടെ പ്രസക്തി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൾക്ക് രാത്രിയും കൂട്ടിന് കൊടുത്തിരിക്കുന്നത് ഫോൺ എന്ന് പറയുന്ന സുഹൃത്തിനെയാണ്. അത് എന്തിനു കൊടുക്കുന്നു, എന്ത് കാര്യത്തിന് വേണ്ടി പോകുന്നു? കൊറോണ പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. കുട്ടികൾക്ക് നോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്നതിനും
ബാക്കി കാര്യങ്ങൾ വായിക്കുന്നതിനും വേണ്ടി ഫോണുകളെ ഒരുപാട് അമിതമായിട്ട് ആശ്രയിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരുപാട് വിദൂരമാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 18 വയസ്സ് അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഫോൺ കൊടുക്കുന്നതിൽ നമുക്ക് വീണ്ടും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അവർ ദൂര സ്ഥലങ്ങളിൽ പോയി നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അത്തരത്തിൽ നമുക്ക് അതിനെ കാണാൻ കഴിയും. പക്ഷേ അതിന് താഴെയുള്ള ഈ കുട്ടികൾക്ക് എന്തിന്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്തിന് ഫോൺ കൊടുക്കുന്നു എന്നൊരു സംഭവം. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു സാഹചര്യത്തിൽ ഈ കാലത്തിന്റെ പോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് ഈ പറയുന്ന ആപ്പുകളുണ്ട് കെണിയിൽ വീഴ്ത്താൻ പറ്റുന്ന, ഇതിലൊക്കെ ഒരു ബുദ്ധിയും ഇല്ലാതെ കുട്ടികൾ പോയി വീഴുന്നുണ്ട്. ആ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ, അതിലൂടെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഫോൺ വിളി മാത്രമല്ല നടക്കുന്നത്, കണ്ട് സംസാരിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള മാർഗങ്ങളുണ്ടെന്നും എല്ലാ രക്ഷിതാക്കൾക്കും, ഇനി വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഒരുപോലെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ഒരു സമയത്ത് എത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ ഈ പറയുന്ന കൈമാറ്റം പെടാൻ കഴിയുമെന്നുള്ളൊരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ല എൻ്റെ മക്കളെ ഞാൻ നല്ല രീതി മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, എൻ്റെ മക്കൾ ഒരു ചീത്ത കാര്യങ്ങളും കാണാറില്ല, എൻ്റെ മക്കൾക്ക് ചീത്ത കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്നതല്ല നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പണ്ട് 23 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സോ ഉള്ള ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങൾ, അന്ന് മാത്രം അറിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് 5ൽ പഠിക്കുന്ന അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടി ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ ഫോണിൻ്റെ ഉപയോഗങ്ങൾ കൊണ്ട് തന്നെയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്കൊന്നും അറിയില്ല എന്ന് കരുതരുത്. കാരണം ഭോപ്പാൽ അടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിൽ നടന്നിട്ടുള്ള റേപ്പ് കേസുകൾ, മരണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എപ്പോഴും കാണാൻ കഴിയുന്നത് 10 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലൊരു വാർത്തകൾ കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന 5ൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് എല്ലാം അറിയാം. കുട്ടികൾ അത് ശീലിക്കാൻ ശ്രമിക്കുകയാണ്. അവർ ഈ പറയുന്ന നേരിട്ട് കാണുന്നത്, അതായത് ഫോണിൽ കൂടി കാണുന്ന രംഗങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളെ ആസ്വദിച്ചുകൊണ്ട് അത് എങ്ങനെ ചെയ്യാം, പ്രാവർത്തികമാക്കാം, ഇതാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലമാണ് ഈ ലോകം ഇത്രയും നശിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ എൻ്റെ മക്കൾ നല്ലതാണ്, എൻ്റെ മക്കൾ നല്ലത് മാത്രമേ ചെയ്യൂ എന്നുള്ള നിങ്ങളുടെ അമിത കോൺഫിഡൻസ് അതങ്ങ് എടുത്ത് കളയുക. നിങ്ങളുടെ കുട്ടികളാണ്, നിങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കയ്യിലാണ്. മറ്റുള്ളവർ അത്രയും അതിന് ഗൗരവ ബുദ്ധി കൊടുക്കില്ല എന്ന് ചിന്തിക്കുക. എന്നിട്ട് ഈ പറയുന്ന കണക്ക് രാത്രി കാലങ്ങളിൽ ഫോൺ ഉപയോഗിച്ചിട്ട് അവർക്ക് കൂട്ടുകാരെ വിളിക്കേണ്ടി വരും, മെസ്സേജ് അയക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ 15 വയസ്സുള്ള കുട്ടികൾക്കൊന്നും ഫോൺ രാത്രികാലങ്ങളിൽ ഉപയോഗിക്കേണ്ട യാതൊരു കാര്യവും ഇവിടെ ഇല്ല. അഥവാ അവർ ഉപയോഗിക്കുകയാണെങ്കിലും 10 മണിയാവുന്ന സമയത്ത് രക്ഷിതാക്കൾ വാങ്ങി വെക്കുക എന്ന് പറയുക. രക്ഷിതാക്കളുടെ ഫോൺ ഉപയോഗിച്ചാൽ മതി മക്കൾ. അതിലപ്പുറത്തേക്ക് പ്രത്യേകിച്ച് അവർക്കൊരു ഫോൺ കൊടുക്കാൻ ഇവിടെ ഒരു കൊറോണ കാലം ഇല്ല, ഇവിടെ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നില്ല, ഇങ്ങനെ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ പോയി ജീവിക്കുന്ന കുട്ടികളല്ല. ഇനി ഹോസ്റ്റലിൽ പോയി ജീവിക്കുന്ന 15 വയസ്സോ അല്ലെങ്കിൽ 16 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ പോലും ഹോസ്റ്റലിൽ വിളിച്ച് സംസാരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് അമിതമായി കൊടുക്കുന്നത് കൊണ്ടാണ് മക്കൾ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുന്ന ആൾക്കാരോടൊപ്പം ഹോട്ടൽ റൂമുകളിൽ റൂം എടുക്കുന്നതും പിന്നീട് ഗർഭിണിയാവുന്നതും അല്ലെങ്കിൽ അവരുടെ നഗ്നതാ ചിത്രങ്ങൾ പലരും പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും പിന്നീട് തൂങ്ങി മരിക്കപ്പെടുകയും ഇങ്ങനെ ഒരുപാട് വാർത്തകൾ, ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ലോ, ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വഴിവെച്ച് കൊടുക്കുന്നത് രക്ഷിതാക്കളുടെ അറിവില്ലായ്മ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകൻ എത്ര വയസ്സിൽ ഫോൺ കൊടുക്കണം, അവർ ആരുമായിട്ട് സംസാരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള, ചെറിയ തോതിലെങ്കിലും തീരുമാനിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾ ഉണ്ടായിരിക്കണം. അത് എന്ന് കൈവിട്ട് പോയി കഴിഞ്ഞു അന്ന് തൊട്ടാണ് കുട്ടികളും കൈവിട്ട് തുടങ്ങിയത്. അപ്പം 15 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഈ മകൾ രാത്രികാലം മൊത്തം ഫോൺ ഉപയോഗിക്കുമായിരുന്നു. 3 മണിയോടൊപ്പം ആ സമയത്തോടൊപ്പമാണ് അവൾ ഇറങ്ങിപ്പോയിട്ടുള്ളതെന്ന് പറഞ്ഞത്. ഇതിനകത്ത് കുറേ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഇഷ്ടത്തോടെ ഇറങ്ങിപ്പോയതല്ല, ചിലപ്പം പിടിച്ചുകൊണ്ട് പോയത്. ആ റൂം പൂട്ടിയിട്ട് അവർ കിടന്നൊരു കാര്യമാണ്. അവിടെ നിന്ന് തുറന്ന് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അവരുടെ ഫോട്ടോസ് പലതരത്തിൽ 50ഓളം ഫോട്ടോസ് അവൻ തന്നെ അവരുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഒരുപാട് ഒരു ഫോട്ടോഷൂട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഉപയോഗം തന്നെയാണ്. അപ്പം ഇത് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇപ്പോഴും ഈ കുട്ടികൾ ചെയ്യുന്ന തെറ്റുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാർത്തകൾ കാണുന്ന സമയത്ത് റിയാക്ഷൻസ് വരുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് കമൻറ്റ് സെക്ഷനിലൂടെ ഇപ്പോഴും മാതാപിതാക്കൾ പറയുകയാണ്, എൻ്റെ മക്കൾ അങ്ങനല്ല. ഒരു കമൻറ്റ് കണ്ടതാണ് എന്നെ ഒരുപാട് ഞെട്ടിച്ചു പോയത്. ഇനി എന്ന് പറയുന്നത് അഫാൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത സമയത്താണ് അതിനകത്ത് കണ്ടതെന്ന് പറയുന്നത്. ഇനിയിപ്പം മക്കൾ അങ്ങനത്തോളം ചെയ്തിട്ടുണ്ടെങ്കിലും അമ്മമാരത് പുറത്തു കൊടുക്കുന്നവരാണ്. അമ്മമാരുടെ മനസ്സ് അത്രയും ഭയങ്കര ശുദ്ധമായിട്ടുള്ളതാണ്. എത്രമാത്രം അസംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്.
പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വളം വെച്ച് കൊടുക്കുകയാണ് മക്കൾക്ക് എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മക്കളെ കൃത്യമായിട്ട്, എന്ന് വെച്ചാൽ മക്കളെ ഈ പറയുന്ന ആൾക്ക് കയറിൽ കെട്ടിയിട്ട് വളർത്തണം എന്നൊരു സംഭവമല്ല. മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട മൂല്യങ്ങൾ, പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട വയസ്സിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അതിലപ്പുറത്തേക്ക് കുട്ടികളെ കുറേ ട്യൂഷന് വിടുക, സ്കൂളിലേക്ക് വിടുക, കുട്ടികളെ കുറേ സ്പെഷ്യൽ ക്ലാസ്സിന് വിടുക, അല്ലാത്ത കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് അവരെ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുക, ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഈ പറയുന്ന കുട്ടികളുമായിട്ട് കൂടുതൽ സമയത്തിരുന്ന് അവരുടെ കൂട്ടുകാരായി മാറുക എന്നൊരു സംഭവമാണ്. അങ്ങനെ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാകുന്നു ആ സമയത്തെ നമ്മുടെ മാതാപിതാക്കൾ നൊന്ത് കഴിഞ്ഞാൽ അവർക്ക് നോവുള്ളൂ. നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്നൊരു കണ്ണീര് വീണ് കഴിഞ്ഞാൽ അവർക്ക് നോവുള്ളൂ. ഇന്ന് എത്രത്തോളം കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ രക്ഷിതാക്കൾ കരയുന്നത് കണ്ട് ചിരിക്കുന്ന മക്കളാണ് കൂടുതലെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് എത്ര മക്കൾ മാറി സ്വന്തം അച്ഛനോടും അമ്മയോടും അവിടെ നടന്ന കാര്യങ്ങൾ പണ്ട് പറയുന്നവരുണ്ടായിരുന്നു. ഇന്ന് എത്ര പേര് ഷെയർ ചെയ്യുന്നവരുണ്ട്? അങ്ങനെ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണക്കാർ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് അവരോടൊപ്പം അത്തരത്തിലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തരേണ്ട പരിഗണന തരാൻ കുട്ടികൾക്ക് കഴിയുകയും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബഹുമാനം തരാനും ആ കുട്ടികൾ ശീലിക്കും. അപ്പം ശീലിപ്പിക്കേണ്ടത് ആദ്യം വീട്ടിൽ നിന്നാണ്, പിന്നീട് സ്കൂളിൽ നിന്ന്, അതിനുശേഷം സമൂഹമാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കാൽവയ്പ് എടുത്ത് വെക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ്. ഇത് എൻ്റെ ഒരുപാട് വീഡിയോയിലൂടെ ഞാനിങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കുട്ടികളുമായി ഇടപഴകുന്ന ആൾക്കാരാകുമ്പോഴത്തേക്ക് കുട്ടികളുടെ ഇന്നത്തെ പോക്ക് അതിനേക്കാളും രൂക്ഷമാണ് രക്ഷിതാക്കളുടെ പോക്ക് എന്ന് പറയുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മക്കൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ തെറ്റിനെ മൊത്തം ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ, എനിക്ക് തോന്നുന്നു 60-75% രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ്. ചുരുക്കം വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് മക്കളുടെ തെറ്റുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ ശാസിക്കുകയും അത് പറയുന്ന വ്യക്തികളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നത്. ഇതിലപ്പുറത്തേക്ക് മക്കളുടെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് പറയുന്നവരെ ശത്രുക്കളായി കാണുന്നവരാണ് ഇന്നത്തെ അമിതമായിട്ടുള്ള അല്ലെങ്കിൽ കൂടിയ അളവിലുള്ള ഈ പറയുന്ന രക്ഷിതാക്കളെന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് പിന്നീട് നിങ്ങൾക്ക് ഈ പറയുന്ന മറുപാഠങ്ങളായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം കാലം ഒരുപാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതല്ല, നിങ്ങളുടെ കുട്ടികൾ വെളിയിൽ പോയാൽ സംസാരിക്കുന്നത്, നിങ്ങളറിയാതെ ഒരുപാട് കാര്യങ്ങൾ അവർ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ കുട്ടികളും ചെയ്യുന്നു എന്ന് പറയുന്നില്ല. നല്ല രീതിക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന കുട്ടികളുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കുഴിയിൽ വീഴും എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എത്ര അടക്കി പിടിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ തള്ളക്കോഴി ഈ ചിറകിനടിയിൽ വെച്ച് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും പരുന്ത് എന്ന് പറയുന്ന സംഭവം ഒറ്റ ചിലപ്പോൾ അമ്മക്കോഴിയുടെ കണ്ണ് തെട്ടുന്ന സമയത്തായിരിക്കും കൊത്തി പറക്കിക്കൊണ്ട് പോകുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികളിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ഒറ്റ ശ്രദ്ധക്കുറവ് മതിയായിരിക്കും അവർ എന്തെങ്കിലും കുഴിയിലേക്ക് ചെന്ന് ചാടാന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള മരണങ്ങൾ, ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് വെക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതം നമ്മളെക്കാൾ അധികമായിട്ട് മറ്റൊരാൾ നൽകില്ല. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് തെറ്റുകളുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനാണ് അവർ ശ്രമിക്കേണ്ടത്. അതല്ലാതെ അയ്യോ അയാൾ പറഞ്ഞു എൻ്റെ മോൻ കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞ് ചെറുതാണ്, അതുകൊണ്ട് മക്കൾ ഇത് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ വിപത്തായി മാറും.